ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കുക. ഹൗ മെനി ടേംസ് ഓഫ് ദ എ പി -6 -11/2 -5 ആർ നീഡഡ് ടു ഗീവ് ദ സം -25. ഓക്കെ, ആ എ പിയിലത്തെ എത്ര ടേംസ് ഇങ്ങനെ ആഡ് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് ആൻസർ -25 കിട്ടുക എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്കത് കാണാം. എത്ര ടേംസ് ആണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് കാണേണ്ടത് എന്താ? എന്നിനെയാണ് കാണേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ എ പി എഴുതാം ഫസ്റ്റ്. -6 -11/2 -5, എക്സെട്ര. ഫസ്റ്റ് ടേം എന്താണെന്ന് കിട്ടി? ഇവിടെ തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് -6. കോമൺ ഡിഫറൻസ് എന്താണ്? -11/2ൽ നിന്ന് നമ്മൾ -6 കുറച്ചാൽ മതി അല്ലേ? ഇവർ തമ്മിൽ കുറച്ചാൽ മതിയല്ലോ കോമൺ ഡിഫറൻസ് കിട്ടാൻ. ഓക്കെ, -11/2 +6 എന്ന് കിട്ടും. ഇപ്പോൾ ഡിനോമിനേറ്ററൊക്കെ സെയിം ആക്കുക. ഓക്കെ, ഇപ്പം എന്ത് കിട്ടും? 11 + 12/2, ദാറ്റ് ഇസ് 1/2. ഓക്കെ, അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് എന്താണെന്ന് കിട്ടി? 1/2 എന്ന് കിട്ടി. ഓക്കെ, ഇനി സം എത്രയാണെന്ന് അറിയാം. എസ് എൻ എന്ന് പറയുന്നത് -25 ആണെന്നറിയാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? എൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ കാണും? എ എൻ അറിയില്ല. എ എൻ അറിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫോമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അല്ലേ? നമുക്ക് സമ്മ് തന്നിട്ടുണ്ട്. അപ്പോൾ സമ്മിൻ്റെ ഫോമുലയിൽ നിന്നാണ് നമുക്ക് എൻ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ എസ് എൻ ഇസ് ഈക്വൽ ടു n/2 ഇൻറ്റു 2a + n-1 ഇൻറ്റു ഡി ആണ് അല്ലേ? അപ്പോൾ എസ് എൻ എന്ന് പറയുന്നത് എത്രയാണ് തന്നിട്ടുണ്ട്? -25 ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെന്ത് കിട്ടും? n/2 ഇൻറ്റു 2 ഇൻറ്റു എ എത്രയാണ് ഇവിടെ? -6 + n-1 ഇൻറ്റു ഡി എത്രയാണ്? 1/2. ഓക്കെ, ദാറ്റ് ഇസ് ഈക്വൽ ടു -25. അപ്പോൾ ഈ 2 ഇങ്ങോട്ട് പോകുമ്പോൾ എന്ത് കിട്ടും? ദാറ്റ് ഇസ് ഈക്വൽ ടു n ഇൻറ്റു 2 ഇൻറ്റു -6. 2 ഇൻറ്റു -6 എത്രയാണ്? -12 പ്ലസ് ഈ 1/2ന് ഉള്ളിലേക്ക് കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? n/2 മൈനസ് ഇവിടേക്ക് പോകുമ്പോഴോ 1/2 അല്ലേ? ദാറ്റ് ഇസ് ഈക്വൽ ടു ഇത് ഈ 2 ഇങ്ങോട്ട് പോയല്ലേ, അപ്പോൾ -50. ഓക്കെ ആണല്ലോ. ഇനി എന്നിനെ മൾട്ടിപ്ലൈ ചെയ്യുക ഉള്ളിലേക്ക്. അപ്പോൾ എന്ത് കിട്ടും? -12n + n²/2 -n/2 ഇസ് ഈക്വൽ ടു -50. ഓക്കെ, മീറ്റർ ഒന്ന് 2 ആക്കാൻ ശ്രമിക്കാം. ഇവിടെ ഡിനോമിനേറ്റർ 2 ആക്കുമ്പോൾ ന്യൂമറേറ്ററിൽ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ 12 ഇൻറ്റു 2 എത്രയാണ്? 24. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ ഒക്കെ 2 ആണ്. അപ്പം നമുക്ക് ഹോൾ ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം. അപ്പോൾ 2 ഇങ്ങോട്ടേക്ക് പോകും. ഓക്കെ, 2 ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്താവും? ഇവിടെ -100 എന്നാവും. ഓക്കെ, അപ്പോൾ നോക്കിയേ എന്താ കിട്ടിയത് നിങ്ങൾക്കിപ്പോൾ. ബാക്കി n² ഉണ്ട്. -24 മൈനസ് n എന്താണ്? -25n. ആൻഡ് ഇവിടെ -100 ആണ്. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ +100 ഇസ് ഈക്വൽ ടു 0. ഇങ്ങനെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ് നിങ്ങൾക്ക് കിട്ടിയത്. ഓക്കെ, ഇപ്പോൾ ഇത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ അറിയാമല്ലോ. അപ്പോൾ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? n കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്വാഡ്രാറ്റിക് ഫോർമുല വെച്ചിട്ടും സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ ഫാക്ടറൈസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്യാം. ഞാൻ ഫാക്ടറൈസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക? 2 നമ്പേഴ്സിനെ നമുക്ക് വേണം. ഓക്കെ, 2 നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയണത് 100 ആയിരിക്കണം. ഈ 2 നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് 100 ആയിരിക്കണം. സം എന്ന് പറയണത് എന്തായിരിക്കണം? ഇതായിരിക്കണം സം -25 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവണ നമ്പേഴ്സിനെയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, നമ്പേഴ്സിനെ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, 100നെ ഫാക്ടറൈസ് ചെയ്ത് നോക്കുക. അപ്പോൾ എന്ത് കിട്ടും? 20യും 5 എടുത്ത് നോക്കിയേ. 20 ഇൻറ്റു 5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 100 കിട്ടും. ഓക്കെ, പിന്നെ 20 + 5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 25 എന്ന് കിട്ടും. പക്ഷെ നമുക്ക് വേണ്ടത് -25 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ -20യും -5ഉം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് -25 കിട്ടും. ആൻഡ് -20 ഇൻറ്റു -5 ചെയ്ത് കഴിഞ്ഞാൽ 100 കിട്ടും. അപ്പോൾ നമുക്ക് 2 നമ്പേഴ്സ് കിട്ടി, ദാറ്റ് ഇസ് 20 ആൻഡ് 5. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുണ്ടല്ലോ, ഈ ടേമിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ n² -20n -5n എന്ന് എഴുതും. ഓക്കെ, -20n -5n തന്നെയാണല്ലോ -25. ഓക്കെ, പ്ലസ് എന്ത് ചെയ്യും? 100 ഇസ് ഈക്വൽ ടു 0. ജസ്റ്റ് ഈ ടേമിനെ മാത്രം ഇങ്ങനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇനി എന്താ ചെയ്യുക? ഇനി നമ്മൾ കോമൺ ആയിട്ടുള്ള ആൾക്കാരിനൊക്കെ പുറത്തേക്ക് എടുക്കും. ഓക്കെ, ഇപ്പോൾ ഇവിടെ കോമൺ ആയിട്ട് n ഉണ്ട്. അപ്പോൾ n പുറത്തേക്ക് പോയി. ഇപ്പോൾ ഇവിടെ ബാക്കി ഒരു n കൂടി ഉണ്ട്, -20. ഓക്കെ,
ഇനി ഇവിടെ നോക്കുമ്പോൾ ഇവിടെ കോമൺ ആയിട്ട് 5 ഉണ്ട്. ഓക്കെ, അപ്പം ഞാൻ -5നെ പുറത്തേക്ക് എടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? n മൈനസ് ഇൻറ്റു മൈനസ് ആണല്ലോ പ്ലസ്, അപ്പോൾ -5 ഇൻറ്റു 20 ആണ് 100. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇനി ഇവിടെ നോക്കുമ്പോൾ ഈ 2 ടേംസ് കോമൺ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം n-20 ഇൻറ്റു ബാക്കി ഇവിടെ ഒരു n ഉണ്ട്, -5 ഉണ്ട്. n-5 ഇസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് എന്ത് കിട്ടി? n-20 ഈസ് ഈക്വൽ ടു 0 ആൻഡ് n-5 ഇസ് ഈക്വൽ ടു 0. ഓറാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? n എന്ന് പറയുന്നത് -20 കൂട്ടുമ്പോൾ 20 ആവും. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? n എന്ന് പറയുന്നത് 5 ആണെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ n എന്ന് പറയുന്നത് 20 ആവാം, അല്ലെങ്കിൽ n എന്താവാം? 5 ആവാം. ഓക്കെ, എ പിയിലത്തെ ഫസ്റ്റ് 5 ടേംസ് അല്ലെങ്കിൽ ഫസ്റ്റ് 20 ടേംസിൻ്റെ സം ചെയ്താലാണ് നമുക്ക് എന്താ ആൻസർ കിട്ടുക? -25 എന്ന് പറഞ്ഞ ആൻസർ കിട്ടുക. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.